under the boughs where the shadows play. The wind hums songs at the break. Hey everyone, welcome back to yet another vlog. So, ഈ ഒരു വ്ളോഗ് ഞാൻ ആക്ച്വലി എടുക്കണോ ഷൂട്ട് ചെയ്യണോ വേണ്ടയോ എന്നൊക്കെ ചിന്തിച്ചിട്ട് കുറേ കഴിഞ്ഞിട്ട് എന്നാലും ചെയ്യാം എന്ന് വിചാരിച്ചെടുത്ത വ്ളോഗാണ്. റീസെൻ്റ്ലി നിങ്ങളിപ്പം എൻ്റെ ചാനൽ വിസിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. യൂഷ്വലി ഞാൻ എവറി അതർ ഡേ ഇടുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം ലാസ്റ്റ് ഒരു 1 വീക്ക് ആയിട്ട് വീക്ക്ലി ട്വൈസ് ലോങ്ങും പിന്നെ ചെറിയ വ്ളോഗ്സും ആണ്, അതായത് ഷോർട്സ് ആണ് കൂടുതൽ ഇടുന്നത്. ഇങ്ങനെ പറഞ്ഞില്ലേ, ഞാൻ കൂടുതൽ ഈ മീ ടൈമിനെ പറ്റി സംസാരിക്കാറില്ല. നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുക, നമ്മുടെ ഹെൽത്ത് ശ്രദ്ധിക്കുക എന്ന്. പക്ഷെ ശ്രദ്ധിച്ചില്ലെങ്കിൽ തിരിച്ച് നമുക്ക് അടി കിട്ടും എന്ന് പറഞ്ഞ് കേട്ടിട്ടില്ലേ? അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ കുറച്ച് ഹെൽത്തി ഈറ്റിംഗ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് മുട്ടയും പിന്നെ ഫ്രൂട്ട്സൊക്കെ കഴിച്ചിട്ട് പിന്നെ തലേന്ന് വെച്ച കുറച്ച് കറി ദോശയ്ക്ക് ബാക്കിയുണ്ടായിരുന്നു, അത് വെച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് എടുത്തത്. അപ്പം നിങ്ങളും രാവിലെ സമയം ഇല്ലാത്ത ആൾക്കാരാണെങ്കിൽ ദോശ ബാറ്റർ അത് ഭയങ്കര നമുക്ക് എന്താ പറയുക ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു സംഭവമാണ്. അത് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. പിന്നെ അതെല്ലാന്നുണ്ടെങ്കിൽ ഫ്രൂട്ട്സ്, ഓട്സ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് കാണിക്കുന്നുണ്ട്. പിന്നെ ഇന്നത്തെ ലഞ്ച് മീൽ പ്ലാനിങ് പ്രകാരം വരുന്നത് ചോറും പിന്നെ വന്നിട്ട് മീൻ കറിയും മീൻ പൊരിച്ചതും കോവയ്ക്ക തോരനാണ്. ഞാനിവിടെ 2 വെറൈറ്റീസ് ഓഫ് റൈസ് വെക്കുന്നുണ്ട്. ഇപ്പോൾ വീട്ടിൽ വേറെ ആളുണ്ട്. അപ്പോൾ നമ്മൾ യൂഷ്വലി ഇവിടെ പൊന്നി റൈസാണ് വെക്കുക, പക്ഷേ ഇന്ന് മട്ട റൈസും കൂടി വെക്കുന്നുണ്ട്. അപ്പം എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടി 2 റൈസും ഉള്ളത് കൊണ്ട് മാത്രമല്ല, യൂഷ്വലി അങ്ങനെയാണ് ഞാൻ രാവിലെ എണീറ്റ് പാടെ ചോറ് വെക്കും. അതാകുമ്പോൾ സൈഡിൽ അത് തിളക്കുന്ന സമയം നമുക്ക് ബാക്കി പരിപാടിയൊക്കെ നമുക്ക് ചോപ്പിങ്ങും പിന്നെ എങ്ങനെ ഒരുക്കങ്ങളും ഒക്കെ ചെയ്യാൻ പറ്റുമല്ലോ. ചോറൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ പച്ചക്കറിക്കുള്ളതാണ് നോക്കിയത്. അത് ജസ്റ്റ് ഒന്ന് പച്ചക്കറി, അതായത് കോവയ്ക്ക ചോപ്പ് ചെയ്യുന്ന മുമ്പ് തന്നെ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് അതെല്ലാം ചതച്ചിട്ട് ഞാൻ ഓയിൽ ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് അതാവുന്ന വരെ ലോ ഫ്ലെയിമിൽ വെച്ചു. ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഇത് കട്ട് ചെയ്യാൻ പോവാണ്, കോവയ്ക്ക കട്ട് ചെയ്യാൻ പോവാണ്. കോവയ്ക്ക ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തിട്ട് അതിവിടെ വെച്ച് കൊടുക്കുക. അതാകുമ്പോൾ നമുക്ക് ടൈം അധികം പോകത്തില്ല. അതായത് കോവയ്ക്ക കട്ട് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്ക് സവോള അവിടെ വെന്ത് കിട്ടും. അപ്പോൾ ടൈം മാനേജ്മെൻറ്റ് നമുക്ക് പ്രോപ്പർലി ഇങ്ങനെ ചെയ്താലേ ചെയ്യാൻ പറ്റും കേട്ടോ. പിന്നെ ബേസിക് ഉപ്പും മഞ്ഞളും, വേറെ ഒന്നും പച്ചക്കറിയിൽ ഇടുന്നില്ല. ഉപ്പും മഞ്ഞളിട്ട് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ജസ്റ്റ് ഒന്ന് സ്റ്റെർ ചെയ്ത് കൊടുത്താൽ അതങ്ങ് സൈഡിൽ കിടന്ന് വന്നോളും. അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ നമ്മൾ ഇന്ന് മീൻ കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഞാൻ ഇന്നലെ ആക്ച്വലി മീൻ കറിയുടെ ഒരു റെസിപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെ കോഴിക്കോട് ഏതോ ഒരു ഹോട്ടലിൽ ഞങ്ങൾ പോയപ്പോൾ നല്ല തിക്കായിട്ടുള്ളൊരു മീൻ കറി. അത് ഞാൻ എൻ്റെ ഷോർട്ടിൽ ഇൻസ്റ്റഗ്രാം ചെക്ക് ചെയ്യുന്നവരാണെങ്കിൽ അതിനകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ടുള്ള താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് എത്ര ക്വാണ്ടിറ്റി എങ്ങനെയാണ് ഇടുന്നതെന്ന് പറഞ്ഞിട്ട്. ചെറിയ ഉള്ളിയൊക്കെ വെച്ച് തക്കാളിയൊക്കെ ഇട്ട് ഉണ്ടാക്കുന്നൊരു മീൻ കറിയാണ്. പക്ഷേ അതിൽ ടാമറിൻ പ്യൂരയോ അങ്ങനത്തെ ഒരു പുളിയൊന്നും ചേർക്കുന്നില്ല കേട്ടോ. അപ്പോൾ മീൻ ജസ്റ്റ് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെച്ചു. പിന്നെ മീൻ കറിക്കുള്ള സംഭവം സൈഡിൽ റെഡിയാക്കുന്നുണ്ട്. മീൻ പൊരിക്കുന്ന സാധാ ബേസിക് മസാലാസ് വെച്ചിട്ടാണ്. പിന്നെ നമുക്ക് കുറച്ചുകൂടി വർക്കിംഗ് മദേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ കാര്യങ്ങളൊക്കെ കഴിയണമെങ്കിൽ നമ്മൾ ഇപ്പോൾ 3 ദിവസത്തേക്ക് മീൻ വാങ്ങുവാണ്, അതൊന്ന് ക്ലീൻ ചെയ്തിട്ട് മാരിനേറ്റ് ചെയ്ത് വെക്കുമെങ്കിൽ നമുക്ക് അത്ര വർക്ക് വരത്തില്ല. രാവിലെ തന്നെ ചെറുപറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ക്ലബ് ചെയ്തു എന്ന് ഞാൻ പറഞ്ഞത്, മീൻകറി ഉച്ചക്ക് ചോറിനെടുത്തു, അതേ മീൻകറി രാത്രി നമ്മൾ അരച്ചുട്ട പത്തിരി, പൊറോട്ട, ദോശ ഒക്കെ കൂടെ എടുക്കുവാണെങ്കിൽ എന്താ നമുക്ക് രാത്രി സെപ്പറേറ്റ് കറി ഉണ്ടാക്കുന്ന ആവശ്യമില്ല. ഞാൻ എടുത്ത് പറയുന്നതെന്ന് വെച്ചാൽ നമുക്കിവിടെ രാവിലെ, അതായത് ഉച്ചക്കും രാത്രി ഒരേ സംഭവം പോവില്ല. അപ്പോൾ ഇങ്ങനെ ആകുമ്പോൾ രാത്രി സെപ്പറേറ്റ് റൊട്ടി വന്നു കഴിഞ്ഞാൽ സെയിം സംഭവം കഴിച്ചു ആ ഒരു ഫീൽ വരത്തില്ല. പക്ഷെ അതേസമയം നമുക്ക് അത്ര വർക്കും വരത്തില്ല. അപ്പോൾ ദിസ് ഇസ് എ വെരി ക്വിക്ക് ഷോർട്ട് ആൻഡ് സ്വീറ്റ് വ്ലോഗ്. അപ്പോൾ എനിക്ക് എന്തായാലും ചെയ്യണം, ഐ നീഡ് ടു ഡു ഇറ്റ് എന്നൊരു മൈൻഡ് സെറ്റിലാണ് ഞാനിത് ചെയ്തിരിക്കുന്നത്. അപ്പം ജസ്റ്റ് എ മെസ്സേജ്, നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റി വയ്ക്കുക. ഡു ടേക്ക് കെയർ ഓഫ് യുവർ സെൽഫ് ആൻഡ് യുവർ ഹെൽത്ത്. ഹോപ്പ് യു ലൈക്ക് ദിസ് വീഡിയോ. ഇൻഷാല്ലാ ഹോപ്പ്ഫുള്ളി ഈസി ഹോം മേക്കിംഗ്, കിച്ചൺ മാനേജ്മെൻറ്റ്, ഈസി കുക്കിംഗ് ഒക്കെ അങ്ങനത്തെ വീഡിയോസ് ആയിട്ട് ഇനിയും വരാം ഇൻഷാല്ലാ. സീ യു ഇൻ ദ നെക്സ്റ്റ് വ്ലോഗ്. സീ യു സൂൺ. ബൈ ബൈ.